ആസാം സ്വദേശിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിലാണ് പ്രതികൾ ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിലെ ഒന്നാം പ്രതി സദാം ഹുസൈനാണ് ആദ്യം യുവതിയെ ആക്രമിച്ചത് എന്നും പ്രതികൾ സമ്മതിച്ചു. പിന്നീട് റൂമിൽ എത്തിച്ച് കൂട്ടമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. വിവരങ്ങളുമായി അനീഷ് ചേർന്നു. അനീഷ്, വിശദാംശങ്ങൾ. ഷിബിൻ, ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രതികളെ 4 പേരെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി വൈകിയും പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. ഏതാണ്ട് 12 മണിയോട് കൂടിയിട്ടാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതികൾ 4 പേരും മദ്യപിച്ചിരുന്നു. മദ്യലഹരിയിലാണ് ഈ ഒരു അതിക്രമം നടത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു ക്രൂര കൃത്യം നടത്തിയത് എന്ന് പ്രതികൾ സമ്മതിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായിട്ടുള്ള സദ്ദാം ഹുസൈനാണ് ഏറ്റവും ക്രൂരമായി ഈ സ്ത്രീയെ ആക്രമിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏതാണ്ട് 8 മണിയോട് കൂടിയിട്ടാണ് ഈ അസം സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ ഇവിടെ എത്തുന്നത്. ഇവരുടെ സുഹൃത്ത് ആയിട്ടുള്ള നെടുങ്കണ്ടത്ത് ജോലി ചെയ്യുന്ന ആൾ താമസിക്കുന്ന താന്നിമൂട്ടിലെ വീട്ടിലേക്ക്, അവിടുത്തെ ഒരു കട്ടക്കളത്തിന് സമീപത്തുള്ള ഷെഡിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ ഷെഡിൽ എത്തിയ ശേഷം ഇവർ 10 മണിയോട് കൂടിയിട്ട് മദ്യപിക്കുന്നു. മദ്യപിച്ച ശേഷം ഈ സ്ത്രീയുടെ ഭർത്താവിനെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു. മറ്റൊരു മുറിയിലേക്ക് ഈ ഭർത്താവിനെ കൊണ്ടുപോകുന്നു. ഈ സമയം സദ്ദാം ഹുസൈൻ ഈ സ്ത്രീയെ ബലമായി പിടിച്ചുകൊണ്ട് സമീപത്തുള്ള ശുചിമുറിയിലേക്ക് എത്തിക്കുന്നു. ഈ ശുചിമുറിയിൽ എത്തിയാണ് ഈ സദ്ദാം ഹുസൈൻ ഈ സ്ത്രീയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നത്. ഇതിനുശേഷം ഈ സ്ത്രീയെ വലിച്ചിടിച്ച് അടുത്ത റൂമിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ബാക്കിയുള്ള 3 സുഹൃത്തുക്കളും സ്ത്രീയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇവർ ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. നാട് എന്താണെങ്കിലും വലിയ ഞെട്ടലിലാണ്. നെടുങ്കണ്ടത്ത് സമീപ ഭാവിയിലൊന്നും ഇത്തരത്തിലുള്ള ഒരു കൂട്ട ബലാത്സംഗത്തിന്റെ കഥയൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. എന്താണെങ്കിലും ഇവര് വർഷങ്ങളായിട്ട് ഈ പ്രതികൾ നെടുങ്കണ്ടത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ്. ഇവരെ എല്ലാവരെയും തന്നെ നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാവുന്നവരുമാണ്. ഇതിനാൽ തന്നെ ഇതിന്റെ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ നാടുള്ളത്. എന്താണെങ്കിലും പ്രതിയെ പൂർണ്ണമായും ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി ഇന്ന് രാവിലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായി 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്താണെങ്കിലും പ്രാഥമികമായി അത്തരത്തിൽ മറ്റ് കൂടുതൽ പേർ ഇല്ല എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇതിലെ മറ്റ് ഗൂഢാലോചനകൾ ഒന്നും തന്നെ ഇല്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മദ്യലഹരിയിൽ അതിക്രമം നടത്തുകയായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ പീഡനത്തിന് ഇരയായ യുവതി ഇപ്പോഴും നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷിബിൻ.